Good evening, ma'am. Good evening. Okay, we can start. 6th exam നടക്കാണ് term exam. അത് കഴിയുമ്പോൾ അവർ join ആവുമായിരിക്കും. 7 also having term exam tomorrow. So most probably they all study. ആരെങ്കിലും join ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സെമിനാർ എടുക്കാം, യെസ് തീർച്ചയായിട്ടും. Before that, can we do one prayer? കുട്ടീസ് ആരെങ്കിലൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർ പ്രെയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ give them the chance. Else any of you can do. Yes, please. ഓ വാടാ. Give me 2 minutes, okay? Okay, thank you. We can start. ആരാ റെഡി ആയിട്ടുള്ള prayer? കുട്ടികൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം മിസ്. കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളുടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളുടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരം ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനായി ജീവൻ വെടിഞ്ഞൊരു മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളുടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. Oh my God, no words. Literally, I was like, എന്തൊക്കെയോ ഇങ്ങനെ ഉള്ളിലേക്ക് എന്താ പറയാ. Somebody was sitting beside me and holding my hand and patting on my head. I feel like that. Anyway, you have very divine voice. പറയാതെ വയ്യാട്ടോ. താങ്ക് യു മിസ്. ചെറുപ്പം തുടങ്ങി പാട്ട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. സ്കൂളിലൊക്കെ വല്ല പ്രോഗ്രാമിനൊക്കെ പാടുമായിരുന്നു. പക്ഷെ ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ എന്തായാലും വിടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പൊ പിന്നെ പറയാൻ തോന്നിയിട്ടില്ല ആരുടെ അടുത്തും. ഇനി അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പഠിക്കും.
ഇല്ല ഇനിയിപ്പോ എന്തായാലും പാട്ട് പഠിപ്പൊന്നും നടക്കൊന്നുമില്ല. അല്ല ഇപ്പൊ പുറത്തെവിടെയല്ലേ, ഗൾഫ് കൺട്രിയിൽ എവിടെയല്ലേ? സൗദിയിലാണ്. സൗദിയിലാണ്. ലൈക്ക് നമുക്ക് ഓൺലൈൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? അറിയില്ല ഞാനത് ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ മൂളിപ്പാട്ട് പാടും, ഫ്രണ്ട്സിന്റെ ഇടയിൽ പാടും എന്നല്ലാണ്ട് വേറെ പരിപാടി. ലൈക്ക് എന്ത് മഞ്ഞ് വന്ന് വീഴുവാണോ നെഞ്ചത്ത്, അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു. ഇതിലൂടെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ ഒരു ഫീല് വരുമായിരുന്നു നമ്മളോട്. നമുക്ക് സുഖമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോൾ ആരോ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ തലോടി നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. ലൈക്ക് ഷോർട്ട് ഓഫ് വേർഡ്സ്. ഓക്കെ, Thank you. ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് എനിക്ക് ഇങ്ങനെയുള്ള മൊമെന്റ്സ് കിട്ടുന്നുണ്ടെന്ന്. ഫ്രം മെനി ഹാവ് ദ ഡിവൈൻ വോയിസ് ആൻഡ് മെനി ഹാവ് ഡിവൈൻ മൈൻഡ് ഓൾസോ. പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിക്കും ഇങ്ങോട്ട് വരും. അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഐ ലൈക്ക് നമ്മുടെ പറയാ ജീവിതം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. ലൈക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് ലൈഫിന്റെ പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു. അപ്പം അങ്ങനെ തീരാൻ പോകുന്ന ഓരോ നിമിഷവും എന്താ പറയാ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ കിട്ടി കിട്ടി വരുമ്പോൾ നമുക്ക് ലൈഫിലൊരു ലൈഫ് ഫുൾഫിൽ ആയി എന്നൊക്കെ ഒരു ഫീല് വരില്ലേ. നമ്മൾ മാത്രമല്ല വിചാരിച്ചാൽ ലൈഫ് ഫുൾഫിൽ ആവുന്നത്, നമ്മുടെ ചുറ്റുള്ളവർ വിചാരിക്കുമ്പോഴാണ്. ഈവൻ കാണുന്നില്ല നിങ്ങളെ ആരും, പക്ഷെ വോയിസ് ഒരു രക്ഷയില്ല. എന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ഞാൻ എണീറ്റത് ഒരു കോളിലായിരുന്നു. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഞങ്ങളുടെ സ്കൂൾ ലീഡർ ആയിരുന്ന ഷൈൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞാൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക ഇല കൊഴിയുന്നത് പോലെ. ആളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ആൾക്ക് പറ്റിയതാണ്. ആൽക്കഹോളിക് ആയിരുന്നു, ഇത് ലിവർ ഇഷ്യൂ ആയിരുന്നു. ഷൈന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വരുന്നൊരു കോളായിരുന്നു. ജിഷേന്ന് വിളിച്ചിട്ടൊരു കോളാ, അല്ലാണ്ട് ഹലോ ഒന്നും പറയില്ല. ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ജിഷേ എന്നായിരിക്കും ആദ്യം പറയുന്നത്. ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോ ഷൈനിനെ കുറിച്ചുള്ളത്, ആ ചിരി, വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അത് ഇന്നത്തെ ദിവസം തുടങ്ങിയത് അങ്ങനെയായിരുന്നു, ആ ഒരു കോളിലൂടെ ആയിരുന്നു. നാളെയാണ് ക്രിമേഷൻ, ബട്ട് എനിക്ക് പോവാൻ പറ്റില്ല, ദൂരമുണ്ട്. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടിക്കൽ സെഷനും ഉണ്ട്, കോൺവെക്കേഷനും ഉണ്ട്. സോ പോയി വരാനുള്ള ടൈമും ഇല്ല. ഒരു 1.5 hours ഒക്കെ എടുക്കും പോവാനായിട്ട്, ഒരു വൺ സൈഡ്. ഇങ്ങനെ ഞാൻ ഓർക്കുക ലൈഫിന്റെ ഓരോരോ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഓരോരോ മാറ്റങ്ങൾ. ആൻഡ് ഐ എം ഗെറ്റിംഗ് സോ മെനി പോസിറ്റീവ് ഫ്രം യുവർ സൈഡ് ഓൾസോ. ഒരു ബാച്ചിൽ ഇന്ന് ഒരു അമ്മ, മീൻസ് വലിയ മകനുള്ള ഒരു അമ്മയുണ്ട് ഒരു ബാച്ചില്, ബട്ട് ഷീ ഈസ് എ ക്യാൻസർ സർവൈവർ. അപ്പൊ അത് ആളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോരോ സോൾസിനെ കാണുവാണേ. എന്താ പറയാ, എന്തൊരു പോസിറ്റീവ് ആയിരുന്നു ആ ഒരു നമ്മുടെ ആ ഒരു ട്രെയിനിങ്. ലൈക്ക് ഭയങ്കര പ്ലീസിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതേ. ലൈക്ക് എവറിബഡി ഹാസ് അപ്പ് ആൻഡ് ഡൗൺസ് ഇൻ ദർ ലൈഫ്, ബട്ട് നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഇതാണ്. ഓക്കെ ഫൈൻ, ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ PG ഒത്തിരി പുറകിലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇങ്ങനെ 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 ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട്. അപ്പൊ ഐഷ ആദ്യം സെമിനാർ ആണോ? ഐഷയുടെ മെസ്സേജ്. യെസ് പ്ലീസ്. ഐഷ സീസ് അല്ലേ എടുക്കുന്നത്? 7 C's ആണോ? അതെ മാം, ദ 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ. ഗുഡ് ഈവനിങ് മാം, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ ആണ്. അതിനു മുമ്പ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിംഗ് എഡ്യൂക്കേറ്റർ to improve their teaching practices and enhance students' learning. It includes observation, feedback, coaching. The ultimate goal is improving the quality of education. അതായത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂട്ടുക എന്നുള്ള മെയിൻ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫീഡ്ബാക്ക് എടുക്കുക, ഒബ്സർവ് ചെയ്യുക, അതുപോലെ തന്നെ കോച്ചിങ് കൊടുക്കുക, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ നമ്മുടെ 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷനിൽ ഫസ്റ്റ് വരുന്നത് കോൺവെർസേഷനാണ്. നമുക്കറിയാം, ഒരു നല്ല കോൺവെർസേഷനിലൂടെ മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രതിസന്ധികളെ കുറിച്ചിട്ടായ റീതിങ്ക് ചെയ്യാനും റീകൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ വികസിപ്പിക്കാനൊക്കെ സാധിക്കുള്ളൂ. കോൺവെർസേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളതായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. പകുതിക്ക് വെച്ച് നിർത്തുന്ന തരത്തിലുള്ള കോൺവെർസേഷൻ ആയിരിക്കാൻ പാടില്ല. നമ്മൾ അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കോൺവെർസേഷൻ ഷുഡ് ബി ലോജിക്കൽ ആൻഡ് സ്മൂത്ത്ലി.
സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി റെസ്പെക്ട്ഫുൾ ആൻഡ് യൂസ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കോൺവെർസേഷനിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ 7 C's ഓഫ് സക്സസ് സൂപ്പർവൈസറിലെ ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ 7 C's ഉണ്ട്. ക്ലിയർ ആയിരിക്കണം, കോൺവെർസേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, കോൺഷ്യസ് ആയിരിക്കണം, കോൺക്രീറ്റ് ആയിരിക്കണം, കോഹറന്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, കോർട്ടിയസ് ആയിരിക്കണം. ഇതിലൂടെ മാത്രമാണ് നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോഡേൺ സൂപ്പർവിഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ മെയിൻ്റനൻസ് ഓഫ് സാറ്റിസ്ഫാക്ടറി ഇന്റർപേഴ്സണൽ. ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുന്നതിന്റെ അടിത്തറയാണ് മോഡേൺ സൂപ്പർവിഷൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ, അതുപോലെ ട്രസ്റ്റിലൂടെ, മ്യൂച്വൽ റെസ്പെക്ട്, ഇതിനൊക്കെ മുൻഗണന നൽകിക്കൊണ്ടാണ് മോഡേൺ സൂപ്പർവിഷൻ വരുന്നത്. അല്ലാതെ പരമ്പരാഗതമായിട്ടുള്ള സ്വേച്ഛാധിപത്യ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആൻഡ് ഡെവലപ്മെന്റ് ശൈലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടാണ്. മുമ്പ് എന്ന് വെച്ചാൽ ഒരു ലീഡർ പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിൽ ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കുക എന്നുള്ള രീതിയായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെയും അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ നൽകിയിട്ടാണ് സൂപ്പർവിഷന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോഡേൺ സൂപ്പർവിഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റീവ്. നേരത്തെ പറഞ്ഞ കോൺവെർസേഷൻ പോലെ തന്നെയാണ് ഒരു നല്ല ബന്ധം അല്ലെങ്കിൽ നല്ല റിലേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഫ്രീ ആയിട്ടുള്ള പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്ലാനിങ് കുറച്ചുകൂടി എളുപ്പമാക്കും. ഈ വെയിൽസിന്റെ അഭിപ്രായത്തിൽ സൂപ്പർവൈസേഴ്സ് ആശയവിനിമയം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ സ്റ്റാറ്റസ് ഒന്നും നോക്കാണ്ട് പ്രോസസ്സിനെ കുറിച്ചിട്ടും അതുപോലെ ഗ്രൂപ്പായി കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു ഫിസിക്കൽ സ്ട്രക്ചറിനും അതുപോലെ ഒരു കഴിവുള്ള ഗ്രൂപ്പിനും ലീഡേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഒരു സൂപ്പർവൈസർക്ക് അവരുടെ ടീം അംഗങ്ങളെ നയിക്കാനും അതുപോലെ പ്രചോദിപ്പിക്കാനും ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയം നിർണായകമാണ്. പരസ്പര ധാരണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പ്രവർത്തന അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലൂടെ വ്യക്തവും സംക്ഷിപ്തവും സഹാനുഭൂതി നിറഞ്ഞതുമായിട്ടുള്ള ഒരു ആശയവിനിമയം ഇതിൽ ഉൾപ്പെടുന്നു. മനസ്സിലാവുന്നില്ലേ? നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോഡേൺ സൂപ്പർവിഷൻ ഈസ് കോംപ്രഹെൻസീവ് ഇൻ സ്കോപ്പ്. ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് പരമ്പരാഗതവും പരിമിതവുമായിട്ടുള്ള സൂപ്പർവിഷന്റെ അപ്പുറത്ത് മുമ്പത്തേത് പോലെയല്ല, മറിച്ച് ഇപ്പം പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക, അതുപോലെ മൊത്തത്തിലുള്ള അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, സൂപ്പർവൈസേഴ്സ് തമ്മിൽ നല്ല റിലേഷൻ വളർത്തിയെടുക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോഡേൺ സൂപ്പർവിഷൻ ഈസ് ക്രിയേറ്റീവ്. നമ്മൾ തെറ്റുകൾ പരിശോധിച്ച് തിരുത്തുന്നതിന് പകരം, ആദ്യം തെറ്റുണ്ടാക്കി പിന്നെ അത് തിരുത്തുന്നതിന് പകരം നമ്മൾ കൊളാബറേഷനിലൂടെയും അതുപോലെ ഇന്നോവേറ്റീവ് സ്ട്രാറ്റജിയിലൂടെയൊക്കെ പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. ഇപ്പൊ സൂപ്പർവൈസേഴ്സ് എപ്പോഴും ക്രിയേറ്റീവായിട്ടും റിസോഴ്സ്ഫുൾ ആയിട്ട് നിൽക്കുക. അങ്ങനെയാകുമ്പോൾ തെറ്റുകൾ ഉണ്ടാവില്ലല്ലോ, ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് മോഡേൺ സൂപ്പർവിഷൻ ഈസ് സയന്റിഫിക്. ഈ അധ്യാപനവും പഠനവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഗവേഷണ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയിട്ട് പരിശീലനത്തെ നയിക്കുന്നതിനും ഫലപ്രാപ്തി വിലയിരുത്താനും ഡാറ്റാബേസ് ആയിട്ടുള്ള സമീപനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആർ ഇൻസ്പയർഡ് ടു തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി. എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുക, എന്തിനേയും വിമർശനാത്മകമായിട്ട് ചിന്തിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചിന്തിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോഡേൺ സൂപ്പർവിഷൻ ഈസ് എക്സ്പെരിമെന്റൽ ആൻഡ് ഓട്ടോക്രിറ്റിക്കൽ ഇൻ നാച്ചർ. ഈ അധ്യാപനവും പഠനവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള തുടർച്ചയായ സഹകരണപരമായ പ്രക്രിയക്ക് ഇത് ഊന്നൽ നൽകിക്കൊണ്ട് പുതിയ എക്സ്പെരിമെന്റ് നടത്താനും അതിന്റെ റിസൾട്ട് വിലയിരുത്താനും അതിനെ അടിസ്ഥാനമാക്കിയിട്ട് സൂപ്പർവൈസറുമായിട്ട് അധ്യാപകർ പ്രവർത്തിക്കുന്നു. ഈ എക്സ്പെരിമെന്റിലൂടെയാണ് ടീച്ചേഴ്സിനെ കൂടുതൽ ബെറ്റർ ആൻഡ് മോർ എഫക്റ്റീവ് ആക്കുന്നത്. ഈ 7 കാര്യങ്ങളാണ് 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ ഉള്ളത്. ഓക്കെ, താങ്ക് യു മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. If you have any doubt, you can ask. And Aisha, it was very nice presentation.
യെസ് ഗിരീഷ് എന്തെങ്കിലും പറയുവാണോ? ഇല്ല മാം, കൈ തെറ്റിയതാ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് എന്ത് ചോദിക്കുവാണോ എന്ന് വിചാരിച്ചു. ഓക്കെ ഫൈൻ. സോ ഐ തിങ്ക് ദാറ്റ് 7 C's ഇറ്റ്സ് വെരി ക്ലിയർ ഫോർ യു. ഐഷ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. ലൈക്ക് ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി ആരുടെങ്കിലും എന്തെങ്കിലും ടോപ്പിക്സ് പ്രസന്റ് ചെയ്യാനുണ്ടോ, അതോ ക്യാൻ വി മൂവ് ടു ക്ലാസ്? ഇനി വൺ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഫൈൻ. ഓക്കെ, ഞാനതൊന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, സോ ഐഷ 7 C's ഓഫ് സൂപ്പർവിഷൻ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് മനസ്സിലായി അല്ലെ? ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു ടു ഡു ദെയർ ജോബ് ബെറ്റർ. അതാണ് സൂപ്പർവിഷനിൽ വരുന്നത്. അതിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ജോബ്, ഏത് ജോബാണെങ്കിലും പോകുമ്പോൾ അവിടെ ഉള്ള ടീം മെമ്പേഴ്സ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയാവണം, അവരുമായിട്ടുള്ള കോൺവെർസേഷൻ, പിന്നെ എന്താ പറയാ, കോഹിറൻസ്. ആ ഒരു നമ്മുടെ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നൊരു കാര്യം മോണ്ടസോറി മെത്തേഡിലുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കൊഹീസീവ്നെസ്, ആ ഒരു ബന്ധം കൂടുതൽ ബോണ്ടിങ് ഉണ്ടാവാന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ കൊച്ചു കുട്ടികളുടെ ക്ലാസ്സിൽ പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോഴേക്കും നമ്മളോട് ആ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും, ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്യും, കുട്ടികളുമായിട്ട് നല്ലൊരു കണക്ഷൻ ആവും, അതിനുശേഷം ക്ലാസ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി. അപ്പൊ നമ്മൾ ത്രൂ ആക്ടിവിറ്റീസ്, ഇപ്പൊ എവറി ഡേ നമുക്ക് പലപ്പോഴും ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പല രീതിയിൽ അപ്പൊ അങ്ങനെ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നുണ്ട് ഓരോ ഏത് ഗ്രൂപ്പിലാണെങ്കിലും. നമ്മളിപ്പോ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പർ ആകുമ്പോഴാണ് ആ വീട്ടില് എൻവയോൺമെന്റ് കൂടുതൽ മെച്ചപ്പെട്ടതാകുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊരു ഏരിയയിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിലും ഇത് തന്നെയാണ് നടക്കുന്നത്. സോ ദാറ്റ് ഇസ് ഓക്കെ. എവിടം വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആയിരുന്നോ? അതെ മാം, ക്ലിനിക്കൽ സൂപ്പർവിഷൻ വരെ എടുത്തുള്ളൂ. ഓക്കെ, ക്ലിനിക്കൽ സൂപ്പർവിഷൻ. അതിൽ 2 ഓതേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. സൂപ്പർവിഷനെ കുറിച്ച് കുറെ ഓതേഴ്സ് അവരുടെ കുറെ പോയിന്റ്സും ഒബ്സർവേഷനും എല്ലാം എഴുതിയിട്ടുണ്ട്. അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ സൈഡിൽ നിന്ന്, മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ബോറോ ചെയ്ത് അഡോപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് എഡ്യൂക്കേഷണൽ സൈഡില് ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റീവ് സൂപ്പർവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ, പ്രിവെന്റീവ് സൂപ്പർവിഷൻ, അതെല്ലാം നല്ലതാണ്. പക്ഷെ കൊയേഴ്സീവ് സൂപ്പർവിഷൻ എന്നുള്ളത് അതൊരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. യു ഡു, ആ ഒരു രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്, കമാൻഡ്സ് കൊടുക്കുന്ന പോലെ ഒരു പവർ ഉണ്ടാവും. അവര് പറയുന്നതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള അതായത് അത് ഏർലിയർ മെത്തേഡ് അങ്ങനെയായിരുന്നു സൂപ്പർവിഷൻ. അവിടെ ഇൻസ്പെക്ടർ ആയിരുന്നു. ആ ഒരു രീതിയിലൊരു മെത്തേഡ് അങ്ങനെ തന്നെയായിരുന്നു. ഒരു അതോറിറ്റി
പോലെ നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു, നമ്മളെ ഭരിക്കുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി, അങ്ങനെയുള്ള എൻവയോൺമെന്റ് നല്ലത്. പക്ഷെ ചില സ്കൂളുകളിൽ ഇപ്പോഴും ആ ഒരു രീതിയിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ഞാനൊരു സ്കൂളിൽ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നുണ്ടായിരുന്നു. അവിടുത്തെ മാനേജർ ഓൾമോസ്റ്റ് ആ ഒരു അതോറിറ്റേറിയൻ ടൈപ്പ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ചും ആള് ലേഡി സ്റ്റാഫിനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തും. പുള്ളി പറയുന്ന പോലെ തന്നെ വർക്ക് ചെയ്യണം. വേറെ ആ മോശം എന്നുള്ള രീതിയിലല്ല, ബട്ട് ആള് പറയുന്ന പോലെ തന്നെ സ്റ്റാഫ് കേട്ടില്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കും. ആ ഒരു രീതിയിലായിരുന്നു. ആ ഒരു ഇഷ്യൂ വന്ന് ആ ഒരു ഹിയറിംഗ് നടക്കുന്ന സമയത്ത് അത് മാനേജറുടെ പേഴ്സണൽ റൂമിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വീഡിയോ റെക്കോർഡിങ്ങും സൗണ്ട് റെക്കോർഡിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സാറിന് പ്രിൻസിപ്പൽ സാറിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു മാനേജറും വേറൊരു സ്റ്റാഫ്, ഒരു ടീച്ചറും കൂടെ കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. അപ്പൊ ആ പ്രിൻസിപ്പളിനെ സപ്പോർട്ട് ചെയ്ത 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ 2 പേരെയും ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയൊക്കെ ചെയ്തു സാറ്, ഈ മാനേജർ ചെയ്തു. അപ്പൊ അങ്ങനത്തെ അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. വല്ലാതെ ഭീഷണിപ്പെടുത്തും. എന്നെയും ഭീഷണിപ്പെടുത്തി പറഞ്ഞത് എനിക്കെതിരായിട്ട് ആക്ഷൻ എടുക്കും. എന്ത് ആക്ഷനാന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ബട്ട് ഞാൻ അങ്ങനെ പേടിച്ചൊന്നുമില്ല. ലൈക്ക് അപ്പോ ആ മാനേജറെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനങ്ങൾ അവിടുത്തെ എന്താ പറയാ, മാനേജറെ തീരുമാനിക്കുന്ന ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, എനിക്ക് അതിന്റെ പേരൊന്നും കറക്റ്റ് ആയിട്ടല്ല, മഹല്ല് അങ്ങനെ എന്തോ പറയുന്ന ഒരു കമ്മിറ്റി പോലെ ഉണ്ടല്ലോ, അവര് PTA മാനേജർക്ക് അഗെയിൻസ്റ്റ് പരാതി കൊടുത്തു. അപ്പൊ ആ മഹല്ല് അങ്ങനത്തെ അത് അവര് മാനേജർ അവിടെ നിന്ന് മാറ്റാനുള്ള രീതിയും ഒക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, എനിവേ അങ്ങനെ സംഭവിച്ചു. അത് കാരണം ആ പ്രോഗ്രാം ആ സ്കൂളിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. കുട്ടികൾക്ക് നല്ല മാറ്റം വന്നു, അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ മാനേജർ അങ്ങോട്ട് എൻറ്റർ ചെയ്ത് തരാനായിട്ട് സമ്മതിച്ചില്ല. എനിവേ കൊടുക്കാൻ പറ്റുന്നതെല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ സൂപ്പർവിഷൻ ഇസ് സംതിങ് ലൈക്ക് ഈ മെഡിക്കൽ ഫീൽഡിലെ പ്രാക്ടീഷണേഴ്സ് അല്ലെ, അവരുടെ സ്കിൽസ്, അവരുടെ സ്പെഷ്യലൈസേഷൻ അതിനെ കൂടുതൽ ഇംപ്രൂവ് ആക്കുന്ന രീതിയിൽ മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പൊ ഇവിടെയും എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഇതിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് ടീച്ചർമാർക്ക് ഇപ്പോ പ്രത്യേകിച്ചും നമ്മൾക്ക് സ്കൂള് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ കുറേ സ്റ്റാഫ് ഉണ്ടാവും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആദ്യമായിട്ട് ജോലിക്ക് വരുമ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫ് പുതുതായി വരുന്ന ടീച്ചറെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ കൊളീഗ്സിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടും. അതുപോലെ പുതുതായി വരുന്ന ഒരു ടീച്ചറുടെ, പുതുതായി നല്ല എല്ലാ ടീച്ചർമാരുടെയും പെർഫോമൻസ് അവിടെ വാച്ച് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണല്ലോ മെഡിക്കൽ ഫീൽഡിലും ജൂനിയർ ഡോക്ടേഴ്സ് ആയിട്ട് വരുന്നവർ ആദ്യം സീനിയർ ഡോക്ടേഴ്സിന്റെ കൂടെ ഇരുന്ന് പലതും കണ്ട് മനസ്സിലാക്കി ഇവരോരോന്ന് ചെയ്യുമ്പോൾ സീനിയർ ഡോക്ടേഴ്സ് അത് ഒബ്സർവ് ചെയ്യുന്നു. എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ രീതിയിലാണല്ലോ മെഡിക്കൽ ഫീൽഡിലും ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ആയാലും നഴ്സ് ആയാലും ഏത് പോസ്റ്റിലുള്ളവരാണെങ്കിലും അതുമായി റിലേറ്റഡ് എക്സ്റേ ചെയ്യുന്നിടത്താണെങ്കിലും സ്കാൻ ചെയ്യുന്നിടത്താണെങ്കിലും അവിടെ എല്ലാം ഇതുപോലെ അസിസ്റ്റന്റ് ആയി വരുന്നവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ ക്ലിനിക്കൽ സൂപ്പർവിഷൻ അതുപോലെ തന്നെയാണ് ഈ ടീച്ചേഴ്സിന്റെ അക്കാദമിക് ഏരിയയിൽ വരുമ്പോൾ ഇതുപോലെ ജോയിൻ ആയി പുതിയതായിട്ട് വരുന്ന ന്യൂ ജോയിൻ ആയിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുപോലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് അങ്ങനെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി സൂപ്പർവൈസർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇവരെല്ലാം ആയിരിക്കും അവിടെ വന്നിരുന്ന് നോക്കി മനസ്സിലാക്കും എന്തൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്തവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, ആ രീതിയിലാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ വരുന്നത്. അപ്പം സെയിം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ. പിന്നെ അതില് 5 സ്റ്റേജസ് പറയുന്നുണ്ട് ഈ ഒരു സൂപ്പർവിഷനില്. ഒബ്സർവേഷൻ, അനാലിസിസ്, സ്ട്രാറ്റജി പ്ലാനിങ്, കോൺഫറൻസ്, പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. നമുക്ക് ഒബ്സർവേഷൻ ഉള്ളത് എന്തുകൊണ്ട് എന്താണെന്ന് നമുക്ക് അറിയാം. ഈ ഒബ്സർവേഷൻ തന്നെ നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഫെസിലിറ്റേറ്റർ അവരെ വളരെ ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്യുന്നു. അല്ലാണ്ട് ചുമ്മാ വാച്ച് ചെയ്യുക എന്നുള്ളതല്ല, ഒബ്സർവ് ചെയ്ത് അവരിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ പ്രോഗ്രസ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്സർവേഷൻ തന്നെ പല ടൈപ്പ് ഒബ്സർവേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഒബ്സർവേഷൻ പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തപ്പോൾ അത് കണ്ടിരുന്നു അല്ലെ. നമ്മള് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട്, നമ്മളും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മൾ ബാക്കിയുള്ളവരെല്ലാം
ഒബ്സർവ് ചെയ്യുന്നു ആ രീതിയിൽ. പിന്നെ നോൺ പാർട്ടിസിപ്പന്റ്, നമ്മൾ ആ ഗ്രൂപ്പിന് പുറത്ത് നിൽക്കുകയാണ്, പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ കവേർട്ട് ആൻഡ് ഒവേർട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലോസ്ഡ് ഓപ്പൺ ആ ഒരു രീതിയിലുള്ള ഒബ്സർവേഷൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഒബ്സർവേഷൻ പറഞ്ഞു. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനുള്ള, ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കോൺഫറൻസ് ഉണ്ട്. അപ്പൊ ആ കോൺഫറൻസിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളും കോൺഫറൻസിന്റെ ശേഷം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ആ ഒരു രീതിയിലുള്ള അനാലിസിസും ഒബ്സർവേഷനും വരാറുണ്ട്. ഇനി നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അതായത് ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, അതായത് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലാസ് എടുക്കുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവർ മെന്റലി അതുപോലെ തന്നെ എടുക്കാൻ പോകുന്ന ഒരു ലെസൺ അത് അവർ മനസ്സിൽ എന്തൊക്കെയാണോ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു പ്ലാൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ, പിന്നെ അത് ഡിസ്ക്രൈബ് ചെയ്യും. എടുക്കാൻ പോകുന്ന ലെസണിനെ കുറിച്ച് അവർക്ക് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ പർപ്പസ്, അതിന്റെ കണ്ടന്റ്, അങ്ങനെയുള്ള രീതിയിൽ ടീച്ചേഴ്സ് ചെയ്യും. അപ്പൊ പലപ്പോഴും പുതുതായി വരുന്ന ടീച്ചർമാരൊക്കെ ഇങ്ങനെ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഓരോ സ്കൂളിലും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ മെത്തേഡ് ആയിരിക്കും ലെസൺ പ്ലാനിന്റെ. ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിൽ പോയ കുറെ പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ സ്കൂളിലെയും ലെസൺ പ്ലാൻ ചിലപ്പോ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തിന്റെ പ്ലാൻ കൊടുക്കേണ്ടി വരും, 1 വീക്കിന്റെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രീവിയസ് ഡേ, അങ്ങനെ ആ രീതിയിലായിരിക്കാം. അങ്ങനെ പല രീതിയിലും ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്താണ് ചെയ്യാൻ പോകുന്നത്, കുട്ടികൾ എന്തായിരിക്കും അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളത് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള സെഷനാണ് പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ ഒരു ഫീച്ചർ ആയിട്ടാണ് ഇത് പറഞ്ഞത്, പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, സ്റ്റുഡൻസിന്റെ ബിഹേവിയർ എന്തായിരിക്കും, പിന്നെ അവരുടെ ഒരു മൂവ്മെന്റ് പാറ്റേൺ, അവരുടെ ബോഡി ലാംഗ്വേജ്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യണോ, അതിനിപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആണല്ലോ, വീഡിയോ ഓഡിയോ റെക്കോർഡ് വേണോ, അതായത് വെർബേറ്റിം ട്രാൻസ്ക്രിപ്റ്റ് വേണോ, അതായത് ഡയറക്റ്റ് നമ്മൾ എഴുതി വയ്ക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ട്രാൻസ്ക്രിപ്റ്റുകൾ വേണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുന്നത്, അങ്ങനെ ചെക്ക് ലിസ്റ്റ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. ഈ ഒരു സ്റ്റേജ് 1 ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഫസ്റ്റ് 1 പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്. നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ക്ലാസ് റൂമിൽ ചെന്ന് എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യാൻ പോകുന്നത് അതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യലും അനലൈസ് ചെയ്യലുമാണ് സ്റ്റേജ് 1 നടക്കുന്നത്, ഫസ്റ്റ് കിടക്കുന്ന സ്റ്റെപ്പ്. അപ്പൊ ഇതൊരു ടീച്ചർ പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ സപ്പോർട്ടുകൾ, മെന്ററായിട്ട് സൂപ്പർവൈസർ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കുട്ടികളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ടീച്ചറുടെ ഒരു പ്ലാൻ എന്താന്ന് സൂപ്പർവൈസർ നോക്കിയിട്ട് അതിലെന്തെങ്കിലും മോഡിഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് തന്നെ മതിയെങ്കിൽ അത് തന്നെ മതി എന്നുള്ള രീതിയിൽ, അതാണ് ഫസ്റ്റ് ക്ലാസ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്. സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ക്ലാസ് റൂമിലേക്ക് എത്തി. അപ്പൊ ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ എന്താ, നമ്മുടെ ടീച്ചർ ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ സൂപ്പർവൈസർ ക്ലാസ് റൂം ഒബ്സർവേഷൻ, ടീച്ചർ ആ കാര്യങ്ങൾ പറയുമ്പോൾ ടീച്ചറിന്റെ രീതികൾ, കുട്ടികൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, കുട്ടികളുടെ റെസ്പോൺസ്, അതാണ് ക്ലാസ് റൂം ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലെസൺസ് കൊടുക്കുമ്പോൾ എന്നെല്ലാം ശരിയായ രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ടോ, അവരെന്തൊക്കെ മനസ്സിലാക്കുന്നു, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ക്ലാസ് റൂം ഒബ്സർവേഷനിൽ വരുന്നത്. ഇപ്പൊ ടീച്ചറുടെ ടാസ്ക് എന്താ, അവിടെ നല്ല പോലെ ലെസൺ അവിടെ പ്രസന്റ് ചെയ്യുക, കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കുന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുക. സൂപ്പർവൈസറുടെ ടാസ്ക് എന്താ, ആ കൊടുക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, ആ ലെസൺ ആക്യുറേറ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊടുക്കണോ, അതാണ് അവിടെ സൂപ്പർവൈസർ ചെയ്യുന്നത്. ഇനി സ്റ്റേജ് 3 വന്നിട്ട് ഡേറ്റ അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജി. ഫസ്റ്റ് ക്ലാസ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ലെസൺ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ സെക്കൻഡ് 1 ക്ലാസ് റൂമിൽ ചെല്ലുന്നു. ടീച്ചറുടെ ജോലി അത് വെല്ലായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെന്ന് കുട്ടികൾക്ക് അത് കൊടുക്കുക, അവർക്ക് ആ ക്ലാസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ സൂപ്പർവൈസർ അത് നോക്കി മനസ്സിലാക്കുന്നു, ടീച്ചർ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റിയോ,
അത് വേണമെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യും. എന്തെങ്കിലും പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്യും. ഇനി മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്ത് പോകും. അടുത്ത സ്റ്റേജ് 3 ഡേറ്റ അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജി. ഇത് ടീച്ചറുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഒരു ഡേറ്റ, ഈ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കുക. ടു ഹെൽപ്പ് മേക്ക് സെൻസ് ഓഫ് ദ ഡേറ്റ. സൂപ്പർവൈസ്ഡ് ടാസ്ക് ആ ഒരു റോ ഡേറ്റയെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത്, നമ്മളെ നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് സെഷനാണ്. ആ കോൺഫറൻസ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് റോ ആയിട്ട് കിട്ടുന്ന ഡേറ്റയെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെക്കും. പിന്നെ എങ്ങനെയുള്ള ഡേറ്റയാണ്, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ സോർട്ട് അനാലിസിസ് എല്ലാത്തിലും വരും. അതായത് ഇപ്പൊ ഒരു സ്റ്റാഫ് ഉണ്ട്, അനലൈസ് ചെയ്യും സ്റ്റാഫിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്, ഇങ്ങനെ സോർട്ട് അനാലിസിസ് ചെയ്യും. SWOT. അപ്പോ ചിലപ്പോൾ പൊട്ടൻഷ്യൽ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, വീക്ക് പോയിന്റ് വേറെ ചില കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രസന്റ് ചെയ്യുമ്പോഴേക്ക് ശരിയാവുന്നുണ്ടാവില്ല. അപ്പൊ ആ വീക്ക് പോയിന്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റ് കുറച്ചുകൂടെ നല്ല അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ. അതാണ് നമ്മൾ പലപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്താണെങ്കിൽ നമ്മൾ ഈ സോർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും പല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നമുക്കത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ്, നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ്, ത്രെറ്റ്സ്, അതാണ്. ഇത് 4 കാര്യങ്ങളും 4 ഏരിയ അനലൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഒരു ഡേറ്റ തരുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടതുണ്ടോ, പിന്നെ ടീച്ചേഴ്സ് എന്തൊക്കെ സ്ട്രെങ്ത് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്, ഇനി അവരെ സക്സസ്ഫുൾ ആക്കാനായിട്ട് എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടതുണ്ടോ, പിന്നെ അവർ കൊടുക്കുന്ന ലെസൺസ് അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, പിന്നെ പാറ്റേൺ, ഈവെന്റ്സ്, കൺസേൺസ് എന്തെല്ലാമാണ് അഡ്രസ് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഇപ്പൊ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ടോപ്പിക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ. ഇപ്പോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമുക്കത് സ്റ്റോറി പറയുന്ന പോലെ പ്രസന്റ് ചെയ്യണോ, അതോ റൈം കൊടുക്കുന്ന പോലെ പ്രസന്റ് ചെയ്യണോ, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ത്രൂ എന്തെങ്കിലും ഗെയിം ആ ഒരു രീതിയിൽ അവർക്കത് പ്രസന്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും വീഡിയോ കാണിക്കണം. അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുള്ളൂ. ലേണിംഗ് മെത്തേഡ് പലതും യൂസ് ചെയ്യും. ഏത് വേണം, എന്തെല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്യണം, അങ്ങനെ നമ്മൾ കൊടുക്കാൻ പോവുക. കോൺഫറൻസ് ക്ലാസ്, ഒരു കോൺഫറൻസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം അനലൈസ് ചെയ്യും. കോൺഫറൻസ് സെഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ സൂപ്പർവൈസർ ആൻഡ് ടീച്ചർ. അവരുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ ടീച്ചറുടെ വീക്ക്നെസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും ടീച്ചർമാർക്ക് അപ്ഗ്രഡേഷൻ സെഷൻസ്, ഗ്രൂമിങ് സെഷൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സൈക്കോളജി പോലുള്ള ഏരിയയില് മുന്നിൽ വരുന്നതെല്ലാം സോൾസ് ആണല്ലോ. അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള പല സെഷൻസും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ സൂപ്പർവൈസറുടെ ഒരു ഒബ്ജക്റ്റീവ്, അവർ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ടീച്ചറെ കൂടുതലായിട്ട് അവരെ മാക്സിമം അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനും അവർക്ക് മാക്സിമം അവിടെ ഔട്ട്കം കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യുക. മിസ്യൂസ് അല്ല, മാക്സിമം അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരം, അതിന് അവരെ കേപ്പബിൾ ആക്കുക. അതാണ് സൂപ്പർവൈസർ. സ്വന്തം റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എല്ലാം ഉപയോഗിച്ച് എഫക്റ്റീവായിട്ട് അത് ക്ലാസ് റൂമിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുക. അതാണ് ശരിക്കും ഈ സൂപ്പർവൈസർ ചെയ്യുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കോൺഫറൻസ്, ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ നടക്കുന്നു. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതൊരു നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കണം, ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം സൂപ്പർവൈസർ ആൻഡ് ടീച്ചർ തമ്മിൽ. അല്ലാണ്ട് ഒരാള് ഡോമിനന്റ് ആയിട്ട് നിന്ന് മറ്റേയാളെ കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ആകരുത്. പിന്നെ ടീച്ചേഴ്സ് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഏതൊരു സെഷൻ ആണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ടീച്ചർമാർ ചെയ്യേണ്ടത് ഓൺ ടീച്ചിങ്ങിനെ ഒന്ന് അനലൈസ് ചെയ്യണം. അതാണ് ടീച്ചേഴ്സ് ടാസ്ക്. ഒരു ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യണം. ഞാൻ ചെയ്തത് മെത്തേഡ് ഓക്കെ ആണോ, ഞാൻ ഇനിയും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, എവിടെയെങ്കിലും ശരിയാക്കാനുണ്ടോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ടീച്ചേഴ്സ് സെൽഫ് അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സൂപ്പർവൈസർ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു ക്ലാരിഫൈ ചെയ്യാൻ. ടീച്ചേഴ്സിന്റെ പല കാര്യങ്ങളും
ക്ലാസ് റൂമിൽ നടക്കുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സൂപ്പർവൈസർ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് കോൺഫറൻസിൽ വരുന്നത്. അപ്പൊ കോൺഫറൻസ് സെഷനിൽ വരുന്നത് ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ഡിസ്കഷൻ, അവർ തമ്മിൽ പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നു. പിന്നെ സെൽഫായിട്ട് ടീച്ചർ സ്വന്തമായിട്ട് നോക്കുന്നു. സൂപ്പർവൈസർ മനസ്സിലാക്കേണ്ടത് ടീച്ചറുടെ എന്തെങ്കിലും വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കി എടുക്കാനായിട്ട്, പിന്നെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാക്സിമം അവരവരുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർവൈസറും ടീച്ചറും കൂടെ മീറ്റ് ചെയ്യുന്നു. ലൈക്ക് ഈ സെഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചേഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്താണോ ടീച്ചേഴ്സിന്റെ ഒബ്ജക്റ്റീവ് അതിനനുസരിച്ച് പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നു. ഒബ്സർവേഷനും അനാലിസിസും എല്ലാം ഇതിൽ വരും. ഒരു സെഷൻ കഴിയുമ്പോഴേക്കും, അതായത് സെഷൻ കഴിയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സൂപ്പർവൈസർക്ക് കൊടുക്കണം ടീച്ചർ. കാരണം സൂപ്പർവൈസർ എന്താണോ ഹെൽപ്പ് ചെയ്തത്, എന്താണോ സപ്പോർട്ട് ചെയ്തത്, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ ക്ലാസ്സും എടുത്തു കഴിയുമ്പോൾ ടീച്ചർ ഒബ്സർവ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ടീച്ചർ അനലൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒബ്സർവേഷന്റെ ഫീഡ്ബാക്ക് അത് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് സൂപ്പർവൈസർക്ക് ഷെയർ ചെയ്യാം. അത് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും സൂപ്പർവൈസറും ടീച്ചറും തമ്മിലുള്ള രീതിയിൽ. മിക്കവാറും ഒരു സാറ്റിസ്ഫൈഡ് വിത്ത് ടീച്ചിങ് ആ ഒരു രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും മോസ്റ്റ് ക്ലാസ് റൂം ഫീഡ്ബാക്കും ടീച്ചർമാർക്ക് കിട്ടുന്നത്. എന്നാലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ഇത്തിരി ലോ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കിട്ടുവാണെങ്കിൽ അത് സൂപ്പർവൈസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ട്രസ്റ്റ് കാണിക്കണം. ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ സൈഡിൽ നിന്നാണെങ്കിലും എന്തൊക്കെ ഫീഡ്ബാക്ക് ആണ് ഒരു ടീച്ചറുടെ ക്ലാസ്സിനെ കുറിച്ച് ഫീഡ്ബാക്ക് കിട്ടുന്നത്, അത് സൂപ്പർവൈസറുമായിട്ട് എല്ലാ സമയവും സൂപ്പർവൈസർ വന്ന് ക്ലാസ്സിൽ ഇരിക്കില്ലായിരിക്കുമല്ലോ. സൂപ്പർവൈസറുമായിട്ട് അത് ഷെയർ ചെയ്യണം. കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് ഇവര് തമ്മിൽ ഉണ്ടായിരിക്കണം. അത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കണം സൂപ്പർവൈസറോട് കൊടുക്കുന്നത്. എന്നാൽ മാത്രമാണ് സൂപ്പർവൈസർക്ക് അതിനനുസരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ സൂപ്പർവൈസർ ചെയ്യുന്ന സൂപ്പർവിഷൻ എന്നുള്ള ആ ടാസ്കിനെ സൂപ്പർവൈസർ, അത് ഓൺ ജോബിനെ സൂപ്പർവൈസറും അനലൈസ് ചെയ്യണം, എക്സാമിൻ ചെയ്യണം ഈ പ്രോഗ്രസ് നടക്കുന്ന സമയത്ത്. പിന്നെ ഒരു ലെസൺ ഒരു ക്ലാസ്സിൽ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ടീച്ചറോട് സൂപ്പർവൈസർക്ക് ചോദിക്കാം ആ ലെസനെ കുറിച്ച്. അതായത് സൂപ്പർവൈസർ ആ ലെസണിനെ പറ്റി ടീച്ചറോട് പറയാതെ, ഇപ്പൊ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാതെ പാസീവായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിക്ക് കുറെ കൂടെ ഇൻവോൾവ് ആകാനായിട്ട് പറ്റും. ഇപ്പൊ സൂപ്പർവൈസർ ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടീച്ചർക്ക് കൊടുക്കുന്നത്. സൂപ്പർവൈസർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും ടീച്ചറെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ അവരെ ആക്റ്റീവ് ആക്കാനായിട്ട് നോക്കും. ഫോർ എക്സാമ്പിൾ മാത്സ്, കുട്ടികൾക്ക് മാത്സ് ഇങ്ങനെ കൊടുക്കണം. ഇപ്പൊ സൂപ്പർവൈസറുടേതായ രീതിയിൽ മാത്സിന്റെ ഇങ്ങനെ ലെസൺ ആദ്യം തുടങ്ങിയിട്ട് മറ്റുള്ളത് കൊടുക്കാന്ന് പറയുമ്പോൾ ടീച്ചർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസിൽ നിന്ന്, കാരണം ക്ലാസ് എടുക്കുന്ന ആളുടെ ടീച്ചർ ആയിരിക്കുമല്ലോ, ടീച്ചർ ചിലപ്പോൾ പറയും കുട്ടികൾക്ക് ഈ രീതിയിൽ കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പമായത്, അല്ലാതെ സൂപ്പർവൈസർ പറഞ്ഞു എന്ന് കരുതി മിണ്ടാതിരിക്കില്ല. അത് ഓപ്പൺ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ലെസൺ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഒന്ന് എൻഹാൻസ് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർവൈസർക്ക് പറഞ്ഞു കൊടുക്കാം. അത് സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ടീച്ചിങ്ങിന് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ നമ്മൾ 7 C's പറഞ്ഞില്ല, ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഡയറക്റ്റ് ആവുകയാണെങ്കിൽ റിസൾട്ട് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ കമാൻഡ് ചെയ്യുന്ന രീതിയിൽ വേറൊരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് വഴക്കുണ്ടാക്കി, ചിലയിടങ്ങളിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും സൂപ്പർവൈസർ ആയിട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരെയും ചേർത്ത് പിടിക്കുന്ന സ്വഭാവമുള്ള ചില ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, എന്തെങ്കിലും കുറവുകൾ ഏതെങ്കിലും ടീച്ചർക്ക് വന്നാൽ അത് പരിഹരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന പല പ്രിൻസിപ്പൽമാരും HM ഒക്കെ ഉണ്ടാവും. പിന്നെ ലെസൺ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഫോക്കസ് ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ഇതുപോലുള്ള
സ്റ്റെപ്സിലേക്ക്. അതായത് ഇനിയും അടുത്ത ലെസൺ കൊടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ 5 സ്റ്റേജും വരില്ലേ? ഒബ്സർവേഷൻ, അതായത് ഒബ്സർവേഷൻ മുമ്പുള്ളത്, ക്ലാസ് റൂം ഒബ്സർവേഷൻ, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റേജും വരുമല്ലോ. അപ്പൊ നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം ലെസൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഓപ്പൺ ആയിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷനിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിൽ പല കാര്യങ്ങളും പറഞ്ഞു. അതില് സൂപ്പർവിഷനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 C's കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരു സൂപ്പർവൈസറും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ ഇതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാന്ന് പറഞ്ഞു. അതിൽ വരുന്ന സ്ട്രാറ്റജീസും നമ്മളിപ്പോ പറയുമായിരുന്നു. അതിൽ മെയിൻ ആയിട്ടും ഒബ്സർവേഷൻ, അനാലിസിസ് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ടീച്ചറും സൂപ്പർവൈസറും അനലൈസ് ചെയ്യുന്ന ജോബ് അവർ നല്ലപോലെ അനലൈസ് ചെയ്യും. പിന്നെ കോൺഫറൻസ്, സൂപ്പർവൈസറും ടീച്ചറും കൂടെ നടക്കുന്ന തമ്മിലുള്ള ഒരു മീറ്റിംഗ് പോലെ ഒരു ഭാഗം. ക്ലാസ് റൂമിൽ ടീച്ചർ ഒരു ലെസൺ ചെയ്യുമ്പോൾ ക്ലാസ് റൂമിൽ ഒബ്സർവേഷൻ ഉണ്ട്. ലെസൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെമോ എടുക്കുന്നുണ്ടാവും, പ്രീ ഒബ്സർവേഷൻ അനാലിസിസ്, ആ രീതിയിൽ വരും സ്റ്റെപ്പ്. പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കോൺഫറൻസും കഴിഞ്ഞിട്ട് പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ് ഉണ്ട്. അപ്പൊ അവിടെ ഫീഡ്ബാക്കുകളെല്ലാം വളരെ ഓണസ്റ്റ് ആയിട്ട് പരസ്പരം തുറന്നു പറയണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരു ലെസൺ എടുക്കുമ്പോൾ കുറെ കൂടെ മോഡിഫിക്കേഷൻ വരുന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. ലെസൺ ഇച്ചിരി വലുതാന്ന് തോന്നുന്നു, തീരെ ഒത്തിരി. വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ കുറെയൊക്കെ മനസ്സിലാവുന്നുള്ളൂ. കുറച്ചൊക്കെ ഇങ്ങനെ ചില വേർഡ്സ് ഒക്കെ ന്യൂ ആണ്, ചിലതിന്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതില് ബാക്കിയെല്ലാം വളരെ നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷന്റെ ടെക്നിക്സിനെ രണ്ട് മെയിൻ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ, ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ടെക്നിക്സും. ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെക്നിക്സും. അതായത് ഒരു സ്കൂൾ കരിക്കുലം എന്നൊക്കെ പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടാവും, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ആസ് എ ടീച്ചർ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത് നമ്മൾ എവിടെ ചെയ്യുക? ക്ലാസ് റൂമിലായിരിക്കും കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ കുട്ടികളുടെ വീട് വിസിറ്റ് ചെയ്യാൻ ടീച്ചർമാരെല്ലാം ഗ്രൂപ്പായിട്ട് പോവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യം. നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. ടെക്നിക്സ് വരുന്നത് 2 ടൈപ്സ്, ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ടെക്നിക്സും വരുന്നുണ്ട്. സൂപ്പർവിഷൻ എന്താന്ന് നമുക്ക് മനസ്സിലായി. അത് പലപ്പോഴും പ്രോബ്ലം സോൾവിംഗിൽ എയിം ചെയ്ത് പോകുന്നു. അതെന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ടീച്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, അവരുടെ ജോബ് കൂടുതൽ ബെറ്റർ ആക്കാനും, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും, അവരുടെ സ്ട്രെങ്ത്തിനെ എൻഹാൻസ് ചെയ്യാനും, വീക്ക്നെസ്സിനെ മാക്സിമം കുറയ്ക്കാനും, അങ്ങനെ വീക്ക്നെസ് ഉള്ള പ്രശ്നത്തിനെ മാക്സിമം സോൾവ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യാനും, അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സ് സൂപ്പർവിഷനിലുണ്ട്. അപ്പം നല്ല ഒരു ടീച്ചിങ് ഇതിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് തന്നെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അത് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രൂപ്പ് ടെക്നിക്സും മറ്റേത് ഇൻഡിവിജ്വൽ ടെക്നിക്സും. ഗ്രൂപ്പ് ടെക്നിക്സിലെ ഫസ്റ്റ് വണ്ണാണ് കരിക്കുലം കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം, നമ്മൾ കുട്ടികളെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുമ്പോൾ അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെ? പല ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്, പലത് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഗ്രോത്ത് വരുന്നത് അവർ ഈ ചെയ്യുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ലേണിംഗ് എക്സസൈസുകളാണ്. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർ പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പൊ സ്റ്റുഡൻസിന് ശരിക്കും നല്ല രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ടീച്ചേഴ്സിന്റെയും സൂപ്പർവൈസേഴ്സിന്റെയും ഒരു എയിം എന്ന് പറയുന്നത്. ആ കോഴ്സ് അവരുടെ സ്റ്റഡി നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ്. ഇത് വരണമെങ്കിൽ ടീച്ചേഴ്സ് തമ്മിൽ ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവണം, സൂപ്പർവൈസറുമായിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണം അവർ തമ്മിൽ, അല്ലെ? കാരണം ആ ഒരു രീതിയിൽ വേണം പോകാൻ. പിന്നെ സ്കൂൾ എന്ന് പറയുമ്പോൾ പല യൂണിറ്റ്സ് ആയിട്ടുണ്ടാവും. പ്രൈമറി ലെവൽ ഉണ്ടാവും, ഹൈസ്കൂൾ ലെവൽ ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുണ്ടാവും. ഏത് ലെവലിലുള്ള എഡ്യൂക്കേഷൻ ഇതാണെങ്കിലും അവിടെ നല്ല രീതിയിൽ ഔട്ട്കം വരുന്ന രീതിയിൽ സ്റ്റുഡൻസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ടീച്ചേഴ്സിന്റെ സൂപ്പർവൈസേഴ്സിന്റെയും ഒരു എയിം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു
അക്കാദമിക് കൺസ്ട്രക്ഷൻ, അതിന്റെ ഡെവലപ്മെന്റ്, അക്കാദമിക്കലി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അതിപ്പോ ഗ്രൂപ്പ് ആയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ ടീച്ചേഴ്സും ആ സ്റ്റാഫും സൂപ്പർവൈസറും എല്ലാവരും കൂടെ വിചാരിക്കുമ്പോഴാണ് ഔട്ട്കം ആയ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസുകൾ കിട്ടുന്നത്. ദാറ്റ് ഇസ് കരിക്കുലം കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. In service education. ടീച്ചേഴ്സിന് പല നീഡ്സ് ഉണ്ടായിരിക്കും അല്ലെ, റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും പലപ്പോഴും. അത് എന്താന്ന് മനസ്സിലാക്കി സൂപ്പർവൈസർ അതെന്താന്ന് മനസ്സിലാക്കി കെയർഫുള്ളി പ്ലാൻ ചെയ്ത് എന്ത് സർവീസ് ആണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, നീഡ്സ്, റിക്വയർമെന്റ്സ്, അതെല്ലാം നോക്കി ടീച്ചേഴ്സിന് ഇനേബിൾ ചെയ്യുക. കൂടാതെ അവരുടെ നോളേജ് അപ്ഡേറ്റ് ചെയ്യുക. ഓരോ വർഷം വർഷമല്ല, ചിലപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും പുതിയ പുതിയ ടെക്നിക്സ് വരുന്നുണ്ടാവും അല്ലെ. ഒരിടയ്ക്ക് നമ്മളുടെ കുറെ ടീച്ചർമാർ കുറെ വർഷങ്ങൾക്ക് മുമ്പിട്ടോ ഈ സിസ്റ്റം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അറിയാത്ത സ്കൂൾ ലെവലിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ വരുന്നതിന് മുമ്പ്. അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം ഗവൺമെന്റ് സൈഡിൽ നിന്ന് അതിനെ പറ്റിയ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ വന്ന് വെക്കേഷൻ സമയത്ത് ടീച്ചർമാർക്ക് അല്ലെങ്കിൽ സാറ്റർഡേസിൽ വന്ന് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളുകളിലെ പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ടീച്ചർമാർക്കും കൊടുക്കുന്നു ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ട്. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക ടീച്ചർമാരുടെ നോളജ്. എന്തെല്ലാമാണ് ടീച്ചിങ്ങിൽ മെത്തേഡ് കൊണ്ടുവരുന്നത്. ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമായി, പിന്നെ അവർക്ക് മൈക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ഓരോ ടെക്നിക്സ് അവരുടെ എഡ്യൂക്കേഷൻ മെത്തേഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനു വേണ്ടി ടീച്ചർമാരെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതായത് നോളജും സ്കിൽസും കൂടുതൽ നന്നാക്കുക. ഏത് ഏരിയയിലാണോ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലെ നോളജും സ്കിൽസും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ്, ആക്ഷൻ റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റ്സ്, അതാണ് വരുന്നത്. അത് ടീം വർക്കില് ടീച്ചർമാരെല്ലാം ഇതെല്ലാം നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരാളെ മാത്രം എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുമല്ലോ. ഇതെല്ലാം ഗ്രൂപ്പ്, എല്ലാ സ്റ്റാഫിനും എല്ലാ ടീച്ചേഴ്സിനും ഉള്ളതാണ് ഈ ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ടീം വർക്കിൽ വരുന്നതാണ് പലപ്പോഴും റിസർച്ചും എക്സ്പെരിമെന്റേഷനും. പിന്നെ അങ്ങനെ ഒരു റിസർച്ചും അനാലിസിസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴേക്കും ടീച്ചേഴ്സ് കൂടുതൽ എക്യുപ്ഡ് ആവും. അവർക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടാകും. പിന്നെ പ്രോബ്ലം സോൾവിങ് നല്ല രീതിയിൽ തന്നെ അവർക്ക് എങ്ങനെയുള്ള പ്രോബ്ലം ആണെങ്കിലും, അതിപ്പോ ടെക്നിക്കൽ ആണെങ്കിലും എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലും പേഴ്സണലി കുട്ടികളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളായിട്ട് അങ്ങനെ എന്തൊരു പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലം സോൾവിങ്, ആ ഒരു ആക്ഷൻ, ഒരു സമയത്ത് എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള രീതിയിൽ അവർ കുറച്ചുകൂടെ എക്യുപ്ഡ് ആകുന്നു. അല്ലാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി വന്ന് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയിക്കുക എന്നുള്ളതല്ല. ആ ഒരു ഇൻസ്റ്റന്റില് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്നുള്ള രീതിയിൽ അവരെ കൂടുതൽ എക്യുപ്ഡ് ആക്കും. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നമ്മളൊരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. ആ സ്കൂളിൽ പല ലൈഫ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ഓരോ പല രീതിയിലുള്ള ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ ആ സ്കൂൾ നിൽക്കുന്ന ഏരിയ, അവിടെയുള്ള പല ലോക്കൽ അതോറിറ്റീസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും സ്കൂളിന്റെ സമയത്ത്. പല ഡേ ടു ഡേ പല പ്രോബ്ലംസും ഉണ്ടാകും. അതിനെ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വളരെ ആവശ്യം. പാരന്റ്സ്, സ്റ്റുഡൻസ്, പിന്നെ ലോക്കൽ ഏരിയയിലുള്ള ആളുകള്, പല പ്രൊഫഷണൽസ്, ഇവരുമായിട്ടൊക്കെ ഇപ്പൊ സ്കൂളിലൊരു പ്രോഗ്രാം വെക്കുമ്പോൾ, അതായത് ആനുവൽ ഡേ വെക്കുമ്പോൾ നമുക്കറിയാം നമ്മള് സ്കൂളിലുള്ള ആളുകൾ മാത്രമായിട്ടല്ലല്ലോ ആനുവൽ ഡേ ചെയ്യുന്നത്. പാരന്റ്സിനെ ഇൻഫോം ചെയ്യും, അതുപോലെ തന്നെ അവിടുന്ന് ഓൾഡ് സ്റ്റുഡൻസിനെ ഇൻഫോം ചെയ്യും.
അതുപോലെ അവിടുത്തെ ലോക്കൽ അതോറിറ്റി, ഒരു വാർഡ് കൗൺസിലർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് ആണെങ്കിൽ വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് കൗൺസിലർ, അല്ലെങ്കിൽ എന്താ പറയാ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ ആരാ ഉള്ളത്. പിന്നെ സ്ഥലം MLA ഉണ്ടെങ്കിൽ MLA, പിന്നെ ആ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ടോപ്പ് ലെവലില് അങ്ങനെയുള്ള പലരെയും ഇൻവൈറ്റ് ചെയ്യൂല അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ. അങ്ങനെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അത് ഒരു ഒറ്റയ്ക്കല്ല പലതും ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും പലരെയും ഇൻവൈറ്റ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് എമംഗ് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പലപ്പോഴും പാരന്റ്സ് ഏത് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുള്ള ഡാറ്റ കളക്ഷൻ വരെ അവരെടുക്കും. അത് മേ ബി പലപ്പോഴും പല ആവശ്യങ്ങൾ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ഡയറക്ട്ലി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുന്നത് പാരന്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എല്ലാ സ്കൂളിലും നടക്കുന്ന ഒരു കാര്യമാണോന്ന് അറിയില്ല. ടീച്ചർ വിസിറ്റേഷൻ ചിലപ്പോൾ നടക്കാം അല്ലെ. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ വേറൊരു ടീച്ചർക്ക് വന്നിരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ജൂനിയർ ആയ ഒരു ടീച്ചർ വരുന്നു, സീനിയർ ടീച്ചർ ക്ലാസ് എടുക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കാൻ അത് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. പിന്നെ അല്ലെങ്കിൽ ലാബൊക്കെ ഉള്ളതാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ടീച്ചർ ലാബിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ സമയത്ത് പുതുതായി വന്നൊരു ടീച്ചർക്ക് അവിടെ വന്നിരുന്ന ആ കാര്യങ്ങളൊക്കെ വിത്തിൻ ആ ഒരു ലാബ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ലാബ് എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ മിക്കയിടങ്ങളിലും അടുത്ത വേറൊരു സ്കൂളുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവും. ആ സ്കൂളിലെ ടീച്ചറായിരിക്കും ഇവിടെ വരുന്നത് എക്സാമിന്റെ ഇൻവിജിലേറ്റർ ആയിട്ട്. ഇവിടുത്തെ ടീച്ചർ അങ്ങോട്ട് പോകും. ആ രീതിയിലുള്ള ഒരു വിസിറ്റേഷൻ അതും നടക്കാറുണ്ട് അല്ലെ. അത് നല്ലൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് വരുന്ന രീതിയിലാണ്. ഇത് ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ വരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും, അവരുടെ രീതികളിൽ നിന്ന്. നെക്സ്റ്റ്, മോഡൽ. പലപ്പോഴും ടീച്ചേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സൂപ്പർവൈസർ പലപ്പോഴും ഡെമോ ക്ലാസ്സസ്, ഡെമോ ലെസൺസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർമാർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം സൂപ്പർവൈസർ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൊഫഷണലി നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ടീച്ചർമാരും അതുപോലെ തന്നെ സ്കില്ലുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അവരെ കുറച്ചുകൂടെ സ്കിൽഡ് ആക്കാനും എക്സ്പേർട്ട് ആക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലൊരു മോഡൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. മീറ്റിംഗ്സ് ഉണ്ടാവും, ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ മോഡൽ, അതായത് ഇപ്പോൾ നാളെ നമ്മളൊരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നതെങ്കിൽ അതിന്റെ ഒരു മോക്ക് ഡ്രില്ല് പോലെ, ഒരു മോഡൽ പോലെ ഉള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റും റിസൾട്ട്സും എന്തായിരിക്കും അങ്ങനെയൊക്കെ എന്നുള്ളത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. റിസോഴ്സസ്, പിന്നെ ടീച്ചേഴ്സിന് അവരുടെ ടീച്ചിങ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ലെസൺസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള റിസോഴ്സസ്, ടീച്ചിങ് എയ്ഡ്സ് അവൈലബിൾ ആയിരിക്കും ആ ഒരു സ്കൂളിൽ. നമ്മൾ തന്നെത്താനെ കുറെ ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ ഉണ്ടാക്കില്ലേ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സ് ഭയങ്കര പലപ്പോഴും കോസ്റ്റ് ഭയങ്കരമായി കൂടാത്ത രീതിയിലുള്ള ലോ കോസ്റ്റ് ടീച്ചിങ് എയ്ഡ്സ്. പിന്നെ മൾട്ടിമീഡിയ യൂസ് ചെയ്യാൻ ഇപ്പൊ എല്ലാം വിരൽത്തുമ്പത്താണല്ലോ. അപ്പൊ അങ്ങനെ മൾട്ടിമീഡിയ യൂസ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങള്, ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ റിസോഴ്സസ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ലൈക്ക് ബുക്സ്, അങ്ങനെയുള്ള ജേർണൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വിസിറ്റ്സ്, ഇന്റർ സ്കൂൾ വിസിറ്റ്സ്, സ്റ്റഡി ടൂർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ട്രിപ്സ്, ഇങ്ങനെയുള്ളതെല്ലാം ഓർഗനൈസ് ചെയ്യുക. ടീച്ചേഴ്സിന് അവർക്ക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ പല പുതിയ പുതിയ മേഖലയിൽ കുറെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. കുട്ടികളുമായിട്ട് സ്റ്റഡി ടൂർ പോകാം, അല്ലെങ്കിൽ മറ്റു സ്കൂളുകളൊക്കെ എന്താ പറയാ നല്ല രീതിയിൽ സയൻസിന്റെ കുറെ മോഡൽസ് ഒക്കെ ചെയ്തിട്ടുള്ള മറ്റു സ്കൂളുകൾ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അങ്ങനെ നെക്സ്റ്റ്, കോൺഫറൻസ്, സെമിനാർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാം ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒറ്റയ്ക്ക് ഒരു ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളല്ല അല്ലെ. എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസേഴ്സും ഇതെല്ലാം ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നു പല പ്രോബ്ലംസും. അങ്ങനെ തമ്മിലൊരു ഡിസ്കഷൻ ഫോറം, അതാണ് കോൺഫറൻസിൽ വരുന്നത്. അതിൽ നിന്നും പല സൊല്യൂഷൻസ് വരുന്നു ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
പിന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, പലപ്പോഴും ന്യൂസ് ബുള്ളറ്റിൻ, സർക്കുലേഴ്സ്, ചില സ്കൂളുകളിൽ റേഡിയോ പോലെ ഉണ്ടല്ലോ, അവര് മോർണിംഗ് തന്നെ പല ഇൻഫർമേഷൻസും പാസ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ സ്കൂളിൽ തന്നെയായിട്ട് റേഡിയോ പോലെ ചെയ്യും. പുതിയ ഐഡിയാസ് സർക്കുലേറ്റ് ചെയ്യുക, പിന്നെ മോഡേൺ ട്രെൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രാക്ടീസസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ടീച്ചർമാർക്കിടയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻഫർമേഷൻസ് പലതും പാസ് ചെയ്യും. ഇതും ഗ്രൂപ്പായിട്ട് തന്നെയുള്ളതാണ്. സ്റ്റാഫ് മീറ്റിംഗ്, നമുക്കറിയാം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവിടെ സ്റ്റാഫ് മീറ്റിംഗ് എന്നൊരു കാര്യം നടക്കും. അത് ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് മീറ്റിംഗ് വെക്കുന്നതല്ലേ. നമുക്കൊരു പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പൊ ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇനി ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതല്ല. ഇത്രയും പറഞ്ഞതൊക്കെ ഗ്രൂപ്പ് ആയിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ടെക്നിക്സ്. ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം. നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ, ടീച്ചർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ്, അവിടെ അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ മാത്സ് എടുക്കാൻ പോകുന്നു, ക്ലാസ് റൂമിൽ കുട്ടികളും നമ്മളും മാത്രമേ ഉള്ളൂ. അവിടെ അപ്പൊ ഒബ്സർവ് ചെയ്യുന്നത് നമ്മളാണ്. കുട്ടികൾക്ക് ആ ഒരു ലെസൺസ് പാസ് ചെയ്യുന്നത് നമ്മളാണ്. കുട്ടികളിൽ നിന്ന് വരുന്ന റിസൾട്ട്, ഫീഡ്ബാക്ക് നമ്മളാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അവിടെ ആ ഒരു ടീച്ചറുടെ കോമ്പീറ്റൻസി, ടീച്ചറുടെ എക്സ്പീരിയൻസ്, പ്രൊഫഷൻസി, ആ ഒരു ടീച്ചറുടെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ജോബ് ടീച്ചർ അവിടെ ചെയ്യുന്നു, എല്ലാം ഇൻഡിവിജ്വലി ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഈ ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം അക്കാദമിക്സ്. പിന്നെ ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. ക്ലാസ് റൂം ഒബ്സർവേഷൻ ഒരു മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടെക്നിക്കാണ് അല്ലെ. ഒരു സൂപ്പർവിഷനിലും വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ടീച്ചർ അവിടെ ഈ കുട്ടികളുമായിട്ട് ഡയറക്ട്ലി വർക്ക് ചെയ്യുന്നു. ലേണേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റുഡന്റ്. പലപ്പോഴും സൂപ്പർവൈസർ ചില സമയങ്ങളിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് വരും. ക്ലാസ് റൂമിലെ കാര്യങ്ങളും ഈവൻസും എല്ലാം നോട്ട് ചെയ്യുന്നു. പിന്നെ ഒബ്സർവേഷനിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, പ്ലാൻ ചെയ്യേണ്ടതുണ്ടോ, പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ, ലെസൺ പ്രസന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവിടെ ചെയ്യുന്ന ക്ലാസ് എടുക്കുന്നതും ലെസൺ കൊടുക്കുന്നതും എല്ലാം ടീച്ചറാണ്. സൂപ്പർവൈസർ അതെല്ലാം ഒബ്സർവ് ചെയ്ത് വെക്കും. സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സൂപ്പർവൈസർ ഒരിക്കലും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. പിന്നെ ചില സമയത്താണ് സൂപ്പർവൈസർ അവിടെ ഒബ്സർവേഷൻ വരുത്തുക. അല്ലാത്ത സമയത്ത് സൂപ്പർവൈസർക്ക് അന്നത്തെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ടീച്ചർക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അവിടെ എല്ലാം ടീച്ചർ ഇൻഡിവിജ്വലി ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് റൂം, അപ്പൊ അങ്ങനെ പല ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർവൈസർ അന്നത്തെ ക്ലാസ്സിന്റെ ഈവെന്റ്സ് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം ഡെവലപ്മെന്റ്സ് കൊടുക്കേണ്ടി വരും, ആ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് കൂടാനായിട്ടുള്ള കാര്യങ്ങൾ സൂപ്പർവൈസർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ലീഡർഷിപ്പ്. പിന്നെ ഒരു സൂപ്പർവൈസർക്ക് എപ്പോഴും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഒരു 10-20 ടീച്ചർമാരുണ്ട്, ഒരു സൂപ്പർവൈസറേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പൽ ആണ് സൂപ്പർവൈസർ എങ്കിൽ ആ ഒരു പ്രിൻസിപ്പൾക്ക് എപ്പോഴും ടീച്ചർമാരുടെ അടുത്ത് ആക്സസിബിൾ ആവണമെന്നില്ല അല്ലെ. ആ ഒരു അങ്ങനെ വരുമ്പോൾ പ്രൊഫഷൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ എൻകറേജ് ചെയ്യും ആ ഒരു മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും സൂപ്പർവൈസറി ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അവരുടെ അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാണല്ലോ. അതായത് ഞാൻ HM ആയിട്ടുള്ള ഒരാള് വേറൊരാളോട് പറയും അതൊന്ന് ശ്രദ്ധിച്ചേക്കണേന്ന് പറയുമ്പോൾ ആ ഒരു ലീഡർഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെയാണല്ലോ. നല്ല എക്സ്പേർട്ട് ആയിട്ട് വരുന്ന ഒരാളെ അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊപ്പം ഒരു ചാൻസ് അയാൾക്ക് കൊടുക്കുന്നു, ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ. അപ്പോൾ അത് അയാളുടെ പ്രൊഫഷണൽ ലീഡർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ. നമ്മള് ഇത് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞാലേ നമ്മളൊരു ജോബ് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുമല്ലോ. അതിന് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഫീല് നമ്മളെ കൊണ്ട് തോന്നിച്ച് ചെയ്യും. എൻകറേജ് പ്രൊഫഷണൽ റൈറ്റിംഗ്. പലപ്പോഴും പല കാര്യങ്ങള് റെക്കോർഡിക്കലി ചെയ്യേണ്ടതായിട്ട് വരും. പല നമ്മൾ ഏത് ജോബ് ചെയ്യുമ്പോഴും അതിപ്പോ ടീച്ചർ ആണെങ്കിലും ശരി, അത് ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ, സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള രീതിയിൽ പ്രൊഫഷണൽ റൈറ്റിംഗ്. അത് നമുക്കറിയാം ചില സ്കൂളുകളിൽ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ നല്ല രീതിയിൽ അതിന്റെ റൈറ്റപ്സ് തയ്യാറാക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. ഒരു പ്രൊഫഷണൽ റൈറ്റിംഗ് വേണം. ഓരോ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഈവൻ ലീവ് ലെറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ലെറ്റർ ആണെങ്കിലും. പിന്നെ റിസർച്ച്,
ഒരു അനാലിസിസ് പോലെ, ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ in order to find solution to instructional identified problems. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന് ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അത് നല്ല രീതിയിൽ ഇപ്പൊ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക, അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. പ്ലാൻ എ, പ്ലാൻ ബി, ആ ഒരു രീതിയിൽ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും അല്ലെ. ഇന്നലെ ഒരു മൂവി കണ്ടപ്പോഴാണ് അതില് ഒരു ടീച്ചർ ആ ടീച്ചറുടെ സ്റ്റുഡന്റിനെ പറ്റി പറയാ, നമ്മളെല്ലാരും ഒരു പ്രോബ്ലത്തിന് പ്ലാൻ എ, പ്ലാൻ ബി, അതായത് പ്ലാൻ എ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പ്ലാൻ ബി എന്ന രീതിയിലാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. പക്ഷെ അവൻ പ്ലാൻ സിയും കൂടെ മുന്നിൽ കണ്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ഷാർപ്പാന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ റിസർച്ച് അതാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, ഒരു പ്രോബ്ലത്തിന് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പം സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സൂപ്പർവൈസർ ഉണ്ടാകും. സൂപ്പർവൈസർ ടീച്ചറുമായിട്ട് വർക്ക് ചെയ്യാം, ടീച്ചറുമായിട്ട് ഒരുമിച്ചിരുന്ന് അതിന്റെ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അവിടെ സൂപ്പർവൈസർ ടീച്ചറുടെ അടുത്ത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയല്ല, ടീച്ചറെ കേപ്പബിൾ ആക്കും ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചറുടെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ടെക്നിക്സിൽ അത് വരുന്നത്. ആ ഒരു ടീച്ചറെ കേപ്പബിൾ ആക്കുവാണ്, ഗ്രൂപ്പായിട്ടൊന്നല്ല ചെയ്യുന്നത്, ആ ഒരു ടീച്ചറെ കേപ്പബിൾ ആക്കും. ഇതായിരുന്നു നമ്മള് ടെക്നിക്സ് ആയിട്ട് പറയുന്നത്, ഗ്രൂപ്പ് ടെക്നിക്സ്, ഇൻഡിവിജ്വൽ ടെക്നിക്സ്. ഇനി നമുക്ക് കുറച്ച് പോർഷനും കൂടിയുള്ള സൂപ്പർവിഷനിൽ, അതായത് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻ. മോസ്റ്റ് പ്രോബബ്ലി വീക്കിലി ഒരു 1 hour കൂടെ ചിലപ്പോൾ നമ്മൾ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ½ an hour ഞാൻ എക്സ്ട്രാ എടുക്കുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ തീർന്നില്ലെങ്കിലോ നമുക്ക് നോക്കാം, ഒരു ആഴ്ച കൂടി ഇങ്ങനെ തന്നെ പോട്ടെ, എന്നിട്ട് നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ സാറിനോടും മാമിനോടും ചോദിച്ചു. Okay, fine. But thank you so much, Aisha. It was nice presentation and the prayer. Thank you, ma'am. Okay. Okay, bye. Thank you, ma'am. Bye. Thank you, Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. നല്ല Thank you, ക്ലാസ് ma'am. ആയിരുന്നു. Thank you. മാം ടെക്നിക്സ് ഞാൻ എടുക്കട്ടെ സെമിനാർ? ഏതാ ഇപ്പൊ പറഞ്ഞ ടെക്നിക്സ് ആണോ? ആ യെസ്, 5 minutes അല്ല, അതിൽ കൂടെ കേൾക്കില്ലല്ലോ. കാരണം കഴിഞ്ഞ ടോപ്പിക് ആയതുകൊണ്ട് ചോദിച്ചതാണ്. ആ അതിന്റെ സെമിനാർ കഴിഞ്ഞു അല്ലേ? അല്ല, സെമിനാർ കഴിഞ്ഞില്ല, ഞാൻ ടോപ്പിക് എടുത്തു. നിങ്ങൾ എടുക്കുന്ന സെമിനാർ ടോപ്പിക് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്യാറേ ഉള്ളൂ. എടുക്കുന്നെങ്കിൽ എടുത്തോളൂ, നോ പ്രോബ്ലം. ആ ഓക്കെ മാം, കുഴപ്പമില്ല. അപ്പൊ ഞാൻ വേറെ ടോപ്പിക് നോക്കാം. ഞാൻ 2 3 ക്ലാസ് കേട്ടില്ലായിരുന്നേ, അപ്പൊ ഞാൻ വിചാരിച്ചത് മാം എടുത്തത് തന്നെ ഞങ്ങൾ സെമിനാർ എടുക്കാന്നാണ്. നല്ല ഒരു ടോപ്പിക് ആണ്. എന്നെക്കാളും നന്നായിട്ട് ഇപ്പോ ഐഷ നല്ല രീതിയിൽ ആ സീസ് പ്രസന്റ് ചെയ്തു. ഓരോന്നും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അഡീഷണൽ നമ്മളത് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ താങ്ക് യു.